2030 BJP കേരളം പിടിക്കുമെന്ന് വളരെ ഉറപ്പോടുകൂടിയാണ് അവർ പറയുന്നത്. തലസ്ഥാന നഗരിയായ തിരുവനന്തപുരത്ത് താമര വിരിയിക്കുക കൂടി ചെയ്തതോടെ 2036 എളുപ്പവഴിയുമായി. എന്നാൽ യഥാർത്ഥത്തിൽ ഒരു തെരഞ്ഞെടുപ്പിന് നേരിട്ട് വോട്ടിനെയൊക്കെ അഭിമുഖീകരിച്ചുകൊണ്ടാണ് BJP വിജയം കൊയ്തത് എന്ന് ഒറ്റ നോട്ടത്തിൽ നമുക്ക് തോന്നുമെങ്കിലും അങ്ങനെയല്ല കാര്യങ്ങളെന്ന് തെളിയിക്കുന്ന തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. നമ്മുടെ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്ന അതേ സമയത്ത് തന്നെയാണ് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവും ഒരു വഴിക്ക് നടന്നത്. അതിന് പിന്നിലുള്ള ലക്ഷ്യം എന്താണ് എന്ന് അന്നേ രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാണിച്ചതാണ്. അതാണിപ്പോൾ തെളിഞ്ഞു കത്തുന്നതും. BJP 2ാം സ്ഥാനത്തെത്തിയ മണ്ഡലങ്ങളിൽ നിന്നെല്ലാം ഭീകരമായ തോതിലാണ് വോട്ടുകൾ വെട്ടിമാറ്റപ്പെട്ടിരിക്കുന്നത്. ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിയോജക മണ്ഡല അടിസ്ഥാനത്തിൽ 8 നിയമസഭാ മണ്ഡലങ്ങളിൽ BJP 2ാം സ്ഥാനത്തെത്തിയിരിക്കുകയാണ്. ഈ മണ്ഡലങ്ങളിൽ നിന്ന് ന്യൂനപക്ഷ വോട്ടുകൾ കൂട്ടമായി വെട്ടിക്കളയുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചെയ്യുന്നത്. ലക്ഷ്യം ഒന്നു മാത്രമാണ്, 2ാം സ്ഥാനത്ത് നിന്ന് BJP 1ാം സ്ഥാനത്തേക്ക് എത്തിക്കുക. മിനിമം 6 സീറ്റുകളിൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ വിജയിക്കാനുള്ള നീക്കങ്ങളാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ ചെയ്ത് കൂട്ടുന്നതത്രയും. സംസ്ഥാനത്ത് ഒട്ടാകെ വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യുന്നവരിൽ 22% BJP 1ഉം 2ഉം സ്ഥാനങ്ങളിലെത്തിയ മണ്ഡലങ്ങളിൽ ആണെന്ന് കണക്കുകൾ പുറത്തു വരുമ്പോൾ നമുക്ക് മനസ്സിലാവാം. ഇത് വലിയ കള്ളക്കളികളാണ്. SIR നടപടികളുടെ ഭാഗമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം തിരുവനന്തപുരം നിയമസഭാ മണ്ഡലത്തിലാണ് ഏറ്റവും കൂടുതൽ വോട്ടർമാരെ ഒഴിവാക്കുന്നത്. ഇവിടെ 58,828 പേരെയാണ് ഒറ്റയടിക്ക് ഒഴിവാക്കിയിട്ടുള്ളത്. ആകെ വോട്ടർമാരുടെ 28% ഇത് വരുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ BJP 2ാമതെത്തിയ മണ്ഡലമാണിത്. കൂടാതെ ഇനി BJP 1ാം സ്ഥാനത്തെത്തിയ വട്ടിയൂർക്കാവ്, നേമം, കഴക്കൂട്ടം മണ്ഡലങ്ങളിലും വോട്ടർമാരെ നീക്കം ചെയ്യുന്നവരുടെ എണ്ണം വളരെ കൂടുതലാണ്. BJPക്ക് സുരക്ഷിതമായ വഴി ഒരുക്കാൻ തത്രപ്പാടുപെടുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചെയ്യുന്നത്. സുരേഷ് ഗോപി വിജയിച്ച തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ കണക്കുകളും ശ്രദ്ധേയമാണ്. ഗുരുവായൂർ ഒഴികെ സുരേഷ് ഗോപി ലീഡ് നേടിയ 6 നിയമസഭാ മണ്ഡലങ്ങളിലും അജ്ഞാത വോട്ടർമാരുടെ എണ്ണം കൂടുതലാണ് എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവകാശപ്പെടുന്നത്. സംസ്ഥാനത്ത് ഒരു ബൂത്തിൽ നിന്ന്, ഒരു മണ്ഡലമല്ല, ഒരു ബൂത്തിൽ നിന്ന് ശരാശരി 50 വോട്ടർമാർ പുറത്താക്കപ്പെടുമ്പോൾ BJP ലീഡ് ചെയ്ത ബൂത്തുകളിൽ ഈ സംഖ്യ 200-നും 300-നും അടുത്താണ്. ഉദാഹരണത്തിന് തൃശൂർ മണ്ഡലത്തിൽ സുരേഷ് ഗോപിക്ക് 559 വോട്ട് ഭൂരിപക്ഷം ലഭിച്ച 29ാം നമ്പർ ബൂത്തിൽ 337 വോട്ടർമാരെയാണ് നീക്കം ചെയ്തിരിക്കുന്നത്. ഇതോടെ വലിയ അധ്വാനമില്ലാതെ സുരേഷ് ഗോപിക്ക് ജയിക്കാനാവും. ഈ ഒഴിവാക്കിയവരിൽ 334 പേരും കണ്ടെത്താനാവാത്തവർ എന്ന വിഭാഗത്തിലാണ് ഉൾപ്പെടുന്നത്. കൂടാതെ 16ാം നമ്പർ ബൂത്തിൽ 191 പേരെ ഒഴിവാക്കുമ്പോൾ അതിൽ 143 പേരും സ്ഥിരമായി സ്ഥലം മാറിയവരാണ്. നഗരം മേഖലകളിൽ വോട്ടർമാർ സ്ഥലം മാറിപ്പോകുന്നത് സ്വാഭാവികമാണെങ്കിലും ഒല്ലൂർ, മണലൂർ, ആറ്റിങ്ങൽ, മഞ്ചേശ്വരം തുടങ്ങിയ നഗര ഗ്രാമ ഭേദമില്ലാത്ത മണ്ഡലങ്ങളിലും അജ്ഞാത വോട്ടർമാരുടെ എണ്ണം വർദ്ധിക്കുന്നത് സംശയങ്ങൾക്ക് ഇടയാക്കുന്നുണ്ട്. ആ സംശയം എന്ന് പറയുന്നത് അട്ടിമറിയാണ്. വോട്ടിങ്ങിന് മുമ്പേ നടക്കുന്ന ഒരു വലിയ അട്ടിമറി.